മരിക്കണതിന് മുന്നേ അവനൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ഒരു ശീലങ്ങളും തെറ്റരുത്. ഇങ്ങനെ വചനങ്ങളും വായിച്ചു കേട്ട് ജനലിലൂടെ അപ്പുറത്തെ കനിയായി നോക്കിയിരിക്കണം. അതിന് ഞാനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. ഡെയിലിയും അമ്മ வந்து பிரேயர் பாட சொல்லிட்டு கனியை பார்க்கணும்னு நினைச்சிருக்கான். അവൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രാണം കിട്ടാതെ പിടയുമ്പോൾ കനിയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്ന പോലെ തോന്നിയെന്ന്. അങ്ങനെ ഒരു ദിവസം അവളുടെ മുറി കിടന്ന് കിട്ടിയ ഒരു ഫോട്ടോ ഞാൻ അവനെടുത്ത് കൊടുത്തു. പിന്നെ അത് ഓരോന്നായി അവളുടെ ജീപ്പും ചുരുട്ടിയറിഞ്ഞ ബസ് ടിക്കറ്റും മാലയും കമ്മലും ഒക്കെ തരം കിട്ടുമ്പോൾ ഞാനിങ്ങ് എടുക്കും. അവളുടെ എല്ലാം അവൻ്റെയാ. அதை எடுத்துட்டு வரவும் தான் அங்கே போயிட்டானோ ட்ரிப்பு. അവസാന കാലത്ത് എൻ്റെ മോൻ്റെ കാലെ ഞാൻ അവളുടെ ചിലങ്ക കെട്ടിക്കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ആ മുഖത്ത്. ആ സന്തോഷമാണ് അവനിവിടെ പിടിച്ചു നിർത്തിയത്. പക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ അവളോട് പോയൊന്ന് മിണ്ടാനോ ഇഷ്ടം തുറന്നു പറയാനോ എൻ്റെ കുഞ്ഞിനെ കൊണ്ടായില്ല. അവൻ പണ്ടേ അങ്ങനെയാ. എന്തെങ്കിലും കണ്ടിഷ്ടപ്പെട്ട പിന്നെ അതിൻ്റെ പറയായിരിക്കും. പ്രത്യേകിച്ച് കനിയുടെ കാര്യത്തിൽ അവളെ ആര് വിഷമിപ്പിച്ചാലും അവനത് സഹിക്കില്ല. മരിച്ചുപോയവരെല്ലാം കർത്താവ് തമ്പുരാൻ ഒരു ദിവസം തിരിച്ചു വിളിക്കും, ന്യായവിധി നടത്തും. പക്ഷെ എൻ്റെ മോൻ്റെ വിധി അവൻ തന്നെ എഴുതിയത്. അവൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോകത്തില്ലെന്നും ഈ മരണം ഒരു തുടക്കം മാത്രമാണെന്നും എനിക്ക് പറഞ്ഞു തന്നത് അവനാ. എൻ്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദൈവം തമ്പുരാന് പോലും ഞാൻ അവന് വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെയാ നീ